ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സേഫായിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് 25-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് അവനതേ നെർഫിൻ്റെ ഒരു ഗണ്ണൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള കളിയോട് കളിയാണ് കേട്ടോ. അതേ ഇതുപോലെ ബോട്ടിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് വീഴ്ത്തി ഇങ്ങനെ കളിക്കുന്നതാണ് അവൻ്റെ ഒരു ഹോബി. ഗൺ അവൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അപ്പോൾ അവന് ഇങ്ങനെ ഇതുപോലെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ചെറിയൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. അതുപോലെ തന്നെ അന്ന് എനിക്കൊരു കേക്കും കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കൊടുത്തിട്ട് അന്നല്ല, നമ്മൾ പിറ്റേന്ന് രാവിലെ തിരിച്ചെത്തോളായിരുന്നു. അപ്പോൾ പിറ്റേന്ന് കൊടുക്കാനുള്ള കേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്ന് തലേ ദിവസമേ ഞാൻ പറഞ്ഞു കൊണ്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊണ്ട് തന്നോളൂ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവരിതേ കേക്കൊക്കെ വാങ്ങിച്ചു. കേക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നല്ല കേക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു വോയിസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ വോയിസ് എനിക്ക് ഇതിലോട്ട് പ്ലേ ചെയ്യാനായിട്ട് എനിക്ക് അറിയത്തില്ല. ആ വോയിസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ രോമാഞ്ച കഞ്ചുകം അണിഞ്ഞു ബെഞ്ചിൽ എഴുന്നേറ്റ് നിന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ കേക്ക് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് വലിയൊരു അപകടം നമ്മളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വലിയൊരു അപകടം എന്ന് വെച്ചാൽ വലിയൊരു അപകടം തന്നെയായിരുന്നു അത്. നമ്മൾ കേക്ക് കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് വീട്ടിൽ നിന്നൊരു സാധനം എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്തായാലും ഒരു യാത്ര പോകുന്നല്ലേ, അപ്പോൾ തിരിച്ച് കയറണ്ടെന്ന് വിചാരിച്ചാലും എങ്ങനെയായാലും തിരിച്ച് കയറി പോകും കേട്ടോ. നമ്മൾ വർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ലൈൻ കമ്പിയുടെ പുറത്തു കൂടി ഒരു തെങ്ങ് വന്ന് മറിഞ്ഞ് റോഡിന് കുറുകെ ലൈൻ കമ്പിയും പൊട്ടി വീണ് പിന്നെ തെങ്ങും വീണ് നമ്മൾ ജസ്റ്റ് പാസ്സായതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളാണ് ഫസ്റ്റിൽ കാണുന്നത് തന്നെ. അപ്പോൾ തന്നെ പോലീസിനെയും KCBയിലൊക്കെ വിളിച്ചു പറഞ്ഞു. എന്തോ ഒരു ദൈവാധീനം എന്ന് പറയുന്നത്, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും വേണമായിരുന്നു. നമ്മൾ പോയി പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വഴി തിരിച്ച് വരാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു വഴി കൂടിയായിരുന്നു കേട്ടോ നമ്മൾ പോയതൊക്കെ. അങ്ങനെ ആ ഒരു അപകടം നമ്മളിൽ നിന്ന് ഒഴിവായി. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനായിട്ടില്ല. അതൊരു വലിയൊരു അപകടമായിരുന്നു കേട്ടോ. പിന്നെ ഒരു ദിവസം കറണ്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളിതേ പാപനാശത്തെത്തി. അവിടെ നിന്ന് നമുക്ക് ഒരു വീടിൻ്റെ ചാവി വാങ്ങാനായിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഞാൻ പിന്നീടത്ത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കുള്ള വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് തിരക്കിലായിരുന്നു. അങ്ങനെ വലിയ വീടൊന്നും അല്ല കേട്ടോ. പണ്ട് അതെന്തോ ഒരു ആയുർവേദ എന്തോ ഒരു സംഭവമായിരുന്നു ആ സ്ഥലം. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അത് ഇങ്ങനെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പം നമ്മൾ അവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരെ ക്ലിഫിലെത്തി കേട്ടോ. ക്ലിഫിലെത്തിയപ്പോഴാണെങ്കിലോ അവിടെ എന്തെന്നില്ലാത്ത തിരക്ക്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലമേ ഇല്ല. സൂചി കുത്താൻ ഇടയില്ല എന്നൊക്കെ പറയത്തില്ല, അതുപോലെ വണ്ടി പാർക്ക് ചെയ്യാനേ സ്ഥലമില്ല. വണ്ടി കൊണ്ടിട്ട് കറങ്ങി ഒരു 20 മിനിറ്റോളം വണ്ടിയും കൊണ്ട് കറങ്ങി അവസാനം ഒരു വാൻ, ഒരു ട്രാവലർ പോയപ്പോഴത്തേക്കും ആ സ്പേസിൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പതുക്കെ ഇറങ്ങി നടന്ന് നമ്മൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയും കാറ്റാണെങ്കിലോ എന്തോ ഒരു കാറ്റായിരുന്നു അറിയാമോ. പക്ഷേ ഇതൊന്നും ആൾക്കാരെ ഒന്നും ബാധിച്ചിട്ടേ ഇല്ല എന്ന് എനിക്ക് ക്ലിഫിലെത്തിയപ്പോഴത്തേക്കും മനസ്സിലായി. അവിടെ അത്രമാത്രം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് അവിടെ നിന്ന് നേരെ താഴേക്ക്, ക്ലിഫിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, നേരെ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ടൊരു വഴിയുണ്ട് കേട്ടോ. കുത്തനെയുള്ള കോണിയൊക്കെയുള്ള ഒരു സ്ഥലം. അതുവഴി നമ്മൾ ഇറങ്ങി നേരെ ബീച്ചിലേക്ക് എത്തി കേട്ടോ. അവിടെയും അത്യാവശ്യം അങ്ങനെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ വലിയ സ്പേസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തിരക്ക് നമുക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. എങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ കടലിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കടൽ അത്യാവശ്യം നല്ല രീതിയിൽ രോഷാകുലമായിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു. ഭയങ്കരമായ തിരമാലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കരയിലേക്ക് കുറച്ച് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഒരു തിട്ട പോലെയായിരുന്നു കേട്ടോ. അതിങ്ങനെ ചാഞ്ഞ് ഇങ്ങനെ ചരിവോട് കൂടിയുള്ള പ്രദേശമല്ലായിരുന്നു, ഒരു തിട്ട പോലെയായിരുന്നു. അങ്ങനെ അവിടെ ഇങ്ങനെ നിന്നിട്ട് കടലിനെ നോക്കി ഇങ്ങനെ നിൽക്കാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ നടന്നു പോവാം കേട്ടോ. പിള്ളേഴ്സ് എല്ലാവരും കൂടെ അവിടെ നിന്ന് ഓടിക്കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ നടന്നു വന്നു. കണ്ടോ കടൽ നല്ല പതഞ്ഞ് നല്ല തിരമാല, വലിയ തിരമാലകളൊക്കെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു തിട്ടപ്പുറത്താണ് കേട്ടോ നിൽക്കുന്നത്. അത് തിട്ട ഇങ്ങനെ ഇടിഞ്ഞ് കടൽ ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ചെറുതായിട്ട് ഇങ്ങനെ മണൽ വീണ് പോകുന്നത് കണ്ടോ. അത് തിട്ടയാണ്. അങ്ങനെ ആരും കടലിലേക്കൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാവരും ആ തിട്ടപ്പുറത്തിരുന്ന് ഇങ്ങനെ കടൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ആരും കടലിലോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. എല്ലാവരും നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു റീലും ഒക്കെ ചെയ്തിട്ടോ. അത് നിങ്ങൾ ഷോർട്സായിട്ട് കണ്ടിട്ടുണ്ടാവും. ഈ കടൽപ്പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ആ ഷോർട്സൊക്കെ എടുത്തത്.
അങ്ങനെ ഞാനും ഗൗതൂട്ടനും കൂടിയിട്ട് ഇങ്ങനെ നിന്ന് കുറേ നേരം അവിടെ നിന്ന് ഷോർട്സൊക്കെ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ നടന്ന് വീണ്ടും ഇങ്ങ് മുകളിൽ കയറി കേട്ടോ. മുകളിൽ കയറിയത് തന്നെ ഒട്ടും പാടാണ്, നല്ല സ്ട്രെയിനാണ് കേട്ടോ. നമ്മളൊരു 10 ദിവസം ഇങ്ങനെ കയറി ഇറങ്ങുക ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തടിയൊക്കെ പമ്പ കിടക്കും. പിന്നെ എന്തേ അവിടെ കുറച്ചൊരു ജ്വല്ലറി ഷോപ്പ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ മാല. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് അതൊന്ന് നോക്കിയതുണ്ട്. വിലയൊക്കെ ഭയങ്കര വിലയായിരിക്കും, കാരണം നമുക്കൊന്നും അടുക്കാൻ പോലും പറ്റാത്ത വിലയായിരിക്കും. അപ്പം ഞാൻ അതൊക്കെ വെറുതെ ഇങ്ങനെ വായി നോക്കിയിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇവിടുന്ന് ആ ക്ലിഫിൻ്റെ അങ്ങേ അറ്റം വരെ നമുക്ക് നടക്കാം കേട്ടോ. ഞാനങ്ങനെ ഇതുവരെ അങ്ങ് അറ്റം വരെ പോയിട്ടില്ല. ഇത്തവണ പോയി കേട്ടോ. ഇത്തവണ അങ്ങ് എൻ്റെ വരെ പോകാൻ പറ്റിയില്ല, ഒരു കുറച്ചും കൂടെ ബാക്കിൽ. കാരണം അവിടെയായിരുന്നു നമ്മുടെ കറക്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന സ്ഥലം അവിടെയായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഗൗതൂട്ടനാണ് വീഡിയോ എടുക്കുന്നത്. ഗൗതൂട്ടിൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ ഒത്തിരി വീഡിയോ എടുത്തതാ മോനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി വീഡിയോ എടുത്തത് കേട്ടോ. അതേ നമ്മൾ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. കഫേ ഇറ്റാലിയനാണ് കേട്ടോ. അവിടുത്തെ ഫുഡ് എല്ലാവരും നല്ലതാണെന്നൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ആ സൈഡിൽ ഇങ്ങനെ ഐസ് കൂട്ടിയിട്ടിരിക്കുന്നു കേട്ടോ. എന്താ പറയുന്നത്, മഞ്ഞ് പോലെ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഫിഷ് കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഐസ് നിരത്തിയിടുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. നല്ല കാറ്റായിരുന്നു കേട്ടോ. പിന്നെ അധികം മഴ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് വരെയും പെയ്തില്ല. പിന്നെ നമ്മൾ കറക്റ്റ് അങ്ങ് വീട്ടിലെത്തിയതിന് ശേഷമാണ്, വീട്ടിൽ മീൻസ് നമ്മൾ താമസിക്കുന്ന റൂമിലില്ലേ അവിടെ എത്തിയപ്പോഴാണ് പിന്നെ മഴയൊക്കെ പെയ്തത്. അങ്ങനെ നമ്മൾ കഫേ ഇറ്റാലിയനകത്ത് കയറിയപ്പോഴത്തേക്കും അവിടെ ഒരു വലിയൊരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ബുദ്ധൻ്റെ പ്രതിമയുടെ ഒരു പ്രത്യേക വീക്ക്നെസ്സാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു പ്രതിമ നമ്മുടെ വീട്ടിൽ വെക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അതേ നമുക്കിങ്ങനെ പുറത്തോട്ട് കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ അവിടെയൊക്കെ സീറ്റ് ഫില്ലായിരുന്നു. പിന്നെയുള്ള സീറ്റ് ഇരിക്കുന്നിടത്ത് വെള്ളം വീണ് നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ അതേ നമ്മൾ ഈ ഒരു സ്പേസിൽ വന്നിരുന്നു കേട്ടോ. ഇതോ ആ ഒരു സ്പേസിലെ റൈറ്റ് നമ്മൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അവിടെയാണ് നമുക്ക് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു. പക്ഷേ അവരപ്പം വന്ന് ഇരുന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെയും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. എൻ്റെ താഴെയും സ്പേസ് ഉണ്ടായിരുന്നു, അവിടെയും ഫില്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഒരു പ്രത്യേകതരം ഫുഡാണ്, നല്ല ഫുഡായിരുന്നു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഗൗതൂട്ടനും ലച്ചൂട്ടനൊക്കെ ഇരുന്നു, ഞാനും ചേട്ടനും ഇരുന്നു. അപ്പോൾ അവർ കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു കേട്ടോ. എന്തോ ബ്ലൂ ഹെവൻ സീന്നോ അങ്ങനെ എന്തോ, അതും പിങ്ക് ലേഡി എന്ന് പറയുന്ന ഒരു സംഭവം, അത് രണ്ടും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് ഞാനും കൂടി ഒരെണ്ണം ഓർഡർ ചെയ്തു. പക്ഷേ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതായിരുന്നു കേട്ടോ അതിൻ്റെ മെനു ചാർട്ട്. അത് പിങ്ക് ലേഡിയും പിന്നെ ഡീപ്പ് ബ്ലൂ സീയും അതുമാണ് മോന് ഓർഡർ ചെയ്തത്. അത് രണ്ടുമാണ്. ഞാൻ പിന്നെ എന്താണ് ഓർഡർ ചെയ്തത്, ഷേർലി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓറഞ്ചിൻ്റെ ഫ്ലേവറിലും എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരിതായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസും നൂഡിൽസും പിന്നെ ചിക്കൻ ലെസാഗ്നയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് കേട്ടോ പേര്, സത്യത്തിൽ മറന്നുപോയി. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നല്ല ചീസി ആയിട്ടുള്ളതാണ്. എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പിസ്സയൊക്കെ കഴിക്കുമ്പോൾ നല്ല ചീസ് ഇങ്ങനെ വലിഞ്ഞ് വരത്തില്ലേ, അതുപോലെ നല്ല അടിപൊളി, നല്ല എന്താ പറയുന്നത്, അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ചീസ് നല്ലതായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇരുന്നിട്ട് അതിനകത്ത് ഇങ്ങനെ നല്ല എന്താ പറയുന്നത്, നല്ല ചീസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഫുള്ളും. അതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഫ്രൈഡ് റൈസും അതുമൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുകയുണ്ടോ, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിച്ചു, നമ്മളെല്ലാവരും കഴിച്ചു കേട്ടോ. നമുക്ക് എല്ലാവർക്കും നല്ലതായിട്ട് വയറ് നിറഞ്ഞു. ഇതാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്തോട്ട് നടക്കേണ്ട. അപ്പോഴത്തേക്കും അത്യാവശ്യം രാത്രി ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് രാത്രിയൊന്നും ആയില്ല കേട്ടോ, 7:30 മണിയോ മറ്റോ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോകണ്ട. എല്ലായിടത്തും ലൈറ്റൊക്കെ ആയി, ഒരുപാട് ആൾക്കാർ നടന്ന് പോകുന്നുണ്ട്, കപ്പിൾസും ഫാമിലീസും ഒക്കെ ആയിട്ട്. അവർക്കൊന്നും മഴയൊന്നും ഒരു വിഷയമേ അല്ല കേട്ടോ. എല്ലാവരും നല്ല തകർത്തിയിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ട്രിപ്പിന് വന്ന കണക്കിന് അങ്ങ് നടക്കുവാണ് കേട്ടോ. എന്താ രസം, എന്താ സുഖം, എന്താ കുളിർമ, അങ്ങനെ അങ്ങ് നടക്കുക കേട്ടോ. ലച്ചൂട്ടും പാൻസൊക്കെ പൊക്കി പിടിച്ച് നടക്കണം, കാരണം ഫുള്ള് ചെളിയായിരുന്നു കേട്ടോ, വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ ചെളി വെള്ളത്തിൽ ഇങ്ങനെ ചവിട്ടുന്ന ഒട്ടും ഇഷ്ടമേ അല്ല കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ നിന്നിട്ട് ആ സൈഡിൽ വന്ന് കുറേ നേരം അവിടെ നിന്നു. പിന്നെ കാറ്റൊക്കെ കൊണ്ടു. പിന്നെ ഒരു പാഴ്സൽ വാങ്ങിച്ചിട്ടോ, പെരി ഫിംഗർ ചിപ്സ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് പാഴ്സൽ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. രാത്രി ഫിലിം കാണുമ്പോഴത്തേക്കും കഴിക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ലാപ്പിലാണ് കേട്ടോ, തിയേറ്ററിൽ പോയിട്ടല്ല, ലാപ്പിൽ അവർ ഫിലിമൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്നെ ഫുൾ എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത് ഉള്ള ദിവസമായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ റൂം. ഇതൊരു ഹാളാണ്, ഇതൊരു ബെഡ്റൂമാണ്, പിന്നെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്.
ഇതാണ് കേട്ടോ, ഒരു കുഞ്ഞു കുഞ്ഞു ബെഡ്റൂം. അങ്ങനെ വലിയ ആഡംബരത്തോട് കൂടിയ സ്ഥലമൊന്നും അല്ല. ഇതൊരു റൂം കേട്ടോ. അതിൽ ലച്ചുട്ടും കുളിക്കാനായിട്ട് ഉള്ളതുകൊണ്ട് ഡോറ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ റൂമിലാണ് ഞാൻ കിടക്കുന്നത് കേട്ടോ. എൻ്റെ പിന്നെ ഒരു കിച്ചണുണ്ട്. കിച്ചൺ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൗതൂട്ടിൻ്റെ ബർത്ത്ഡേ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാനും കുളിച്ച് ഫ്രഷായി കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എന്നിട്ട് ചേട്ടൻ വിളിച്ചു, നമുക്ക് കുറേ നേരം കൂടി ബീച്ചിൽ പോയി നിൽക്കാമെന്ന്. പിന്നെ മഴയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കങ്ങ് ആകെ വല്ലാണ്ടായി. പിന്നെ ചെമരിലത്തെ ഇതുപോലുള്ള പിക്ചറൊക്കെ ഉണ്ടായിരുന്നുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.